നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടീസ് ഇൻ ROI ഇവാലുവേഷൻ. ദ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആർ നോൺ ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ഡോളേഴ്സ്. അപ്പോൾ നമുക്ക് ROI ഇവാലുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ആണ് ഇനി പറയുന്നത്. കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആർ നോൺ ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ഡോളേഴ്സ്. നമുക്ക് കോസ്റ്റ് ഓഫ് ട്രെയിനിങ് എത്ര ആവുമെന്ന് അറിയാം, അത് ഡോളേഴ്സിൽ അറിയാം. ബട്ട് ദ ബെനിഫിറ്റ്സ് ആർ ഓഫ്റ്റൻ സോഫ്റ്റ്, സബ്ജക്റ്റീവ് ആൻഡ് ഡിഫിക്കൾട്ട് ടു ക്വാണ്ടിഫൈ. നമുക്ക് ഡോളേഴ്സിൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ക്വാണ്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കോസ്റ്റ് നമുക്ക് ട്രെയിനിങ് കോസ്റ്റ് നമുക്ക് ഡോളേഴ്സിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഡോളേഴ്സിൽ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഇനഫ് ടു ഗെറ്റ് മാനേജേഴ്സ് ടു സെൻഡ് പീപ്പിൾ ടു ട്രെയിനിങ് വിത്തൗട്ട് ഇമ്പോസിങ് റിക്വയർമെൻറ്റ് ടു കളക്ട് ഡേറ്റ ടു ഡോക്യുമെൻറ്റ് ദ ഇമ്പാക്റ്റ്. അതായത് മാനേജേഴ്സിന് ആൾക്കാരെ ട്രെയിനിങ് വിടുമ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്യണം, ഡേറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അങ്ങനെ ആൾക്കാരെ ട്രെയിനിങ്ങിന് വിടുമ്പോൾ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പം കാരണം ആൾക്കാരില്ല നമുക്കിപ്പം. മാനേജർ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്, അപ്പോൾ അതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരാൾ നമുക്കില്ല. അടുത്തത്, കോസ്റ്റ് ആർ നോൺ അപ്പ് ഫ്രണ്ട് ബിഫോർ ട്രെയിനിങ് ബട്ട് ബെനിഫിറ്റ്സ് മേ അക്വയർ സ്ലോലി ഓവർ ടൈം. പക്ഷേ നമ്മൾക്ക് കോസ്റ്റ് അറിയാം, നമുക്ക് ട്രെയിനിങ് കോസ്റ്റ് അറിയാം, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ ആ ട്രെയിനിങ് കഴിഞ്ഞ് എംപ്ലോയീസ് വന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ട്രെയിനേഴ്സ് ലാക്ക് ദ ടൈം ആൻഡ് അക്കൗണ്ടിങ് സ്കിൽ ടു ഡു എ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അപ്പോൾ ട്രെയിനേഴ്സിന് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തി നോക്കാൻ പറ്റത്തില്ല. എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തി നോക്കാൻ പറ്റത്തില്ല. അവർക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. ബിസൈഡ് റിക്വസ്റ്റ് ഫോർ ഡേറ്റ ഡിസ്റപ്റ്റ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇവർ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത്, നമ്മുടെ സ്റ്റാഫ് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി അത്രയും കുറയാണ്. അടുത്തത്, ദ ഔട്ട്കംസ് കുഡ് ബി ഡാമേജിങ് ടു HRD സ്റ്റാഫ് ആൻഡ് ടു ബഡ്ജറ്റ് സപ്പോർട്ട് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ്. നമുക്ക് എന്തായാലും നമുക്ക് സ്റ്റാഫില്ല, അവർ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഒരു ലോസ് വരും, അല്ലേ? നമുക്ക് ഔട്ട്കം ജനറേറ്റ് ആകത്തില്ല, അപ്പോൾ പ്രൊഡക്ഷൻ നടക്കത്തില്ല, അവർ ചെയ്യേണ്ട വർക്ക് അവർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു ലോസ് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പം ബഡ്ജറ്റ് സപ്പോർട്ട് വേണ്ടി വരും ടോപ്പ് മാനേജ്മെൻറ്റായിരുന്നു. ഓക്കെ, ഇനി പീപ്പിൾ അറ്റ് വർക്ക് പെർഫോം ദ വേ ദേ ഡു ഫോർ മെനി റീസൺ, ഓൺലി വൺ ഓഫ് വിച്ച് റിലേറ്റ് ടു ട്രെയിനിങ്. അതായത് ആൾക്കാർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാതിരിക്കുന്നത് ചിലപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കുറവുകൊണ്ട് മാത്രമായിരിക്കത്തില്ല, അവർക്ക് പല റീസൺ കാണും. ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന സാലറി അവർക്ക് പോരായിരിക്കും, വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അവരവരെ വർക്ക് നേരെ പെർഫോം ചെയ്യാതിരിക്കുക. അതിൻ്റെ ഒരു കാരണം മാത്രമാണ് ട്രെയിനിങ്. ചിലപ്പം ട്രെയിനിങ്ങിൻ്റെ കുറവ് കൊണ്ടാവാം എന്ന് നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ട്രെയിനിങ്ങിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. The act of collecting data on dollar value of performance tend to bias the information. അപ്പോൾ ഡോളർ വാല്യൂവിലാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഇൻഫർമേഷനെ ബയസ്ഡ് ആക്കാനുള്ള, അതായത് നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ വരാം. അപ്പോൾ ഒരു ട്രൂ പിക്ചർ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഇൻ്റർനാഷണലി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോളേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ കൺവേർട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും പക്ഷേ ചിലപ്പോൾ അതൊരു ട്രൂ പിക്ചർ നമുക്ക് തരണമെന്നില്ല ട്രെയിനിങ് കോസ്റ്റിനെ പറ്റി. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് HRD പ്രോഗ്രാം ഇവാലുവേഷൻ. HRD പ്രോഗ്രാം ഇവാലുവേഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇംപ്രൂവ്ഡ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ഫോർ ലേണിംഗ് ഇനിഷ്യേറ്റീവ് വിച്ച് മൈറ്റ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ റിസോഴ്സസ്. അപ്പോൾ കോസ്റ്റ് ഇഫക്റ്റീവ്, ഇൻക്രീസ്ഡ് അക്കൗണ്ടബിലിറ്റി, അതൊരു റീസണായിട്ട് നമുക്ക് പറയാം. പിന്നെ ഇംപ്രൂവ്ഡ് ഇഫക്റ്റീവ്നെസ്, അതായത് വളരെ ഇഫക്റ്റീവായിട്ട് തന്ന ജോലി മിനിമം റിസോഴ്സ് യൂസ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് തന്നുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, തന്ന ടാസ്ക് ടൈംലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, റിസോഴ്സ് വേസ്റ്റേജ് ഇല്ലാതെ ടൈംലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രേറ്റർ ക്രെഡിബിലിറ്റി ഫോർ HRD പ്രൊഫഷണൽസ്. HRD പ്രൊഫഷണൽസിൻ്റെ ക്രെഡിബിലിറ്റി കൂടുക, അതായത് HRD പ്രൊഫഷണൽ അവരെ കാര്യങ്ങൾ ബെറ്ററായിട്ട് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് വർക്കും അതേപോലെ കംപ്ലീറ്റ് ആയി പോകുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു HRD പ്രൊഫഷണൽസിൻ്റെ ക്രെഡിബിലിറ്റിയെ കറക്റ്റായിട്ട് നമുക്ക് വാല്യൂ ചെയ്യാനായിട്ട് പറ്റും, HRD പ്രോഗ്രാംസ് വാല്യൂ ചെയ്യുകയാണെങ്കിൽ. സ്ട്രോങ്ങർ കമ്മിറ്റ്മെൻറ്റ് ടു ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് HRD ബൈ കീ എക്സിക്യൂട്ടീവ്. അപ്പോൾ കീ എക്സിക്യൂട്ടീവ്സിന് HRDയെ പറ്റി നല്ലൊരു ഇൻഫർമേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ മാനേജേഴ്സിനും. അപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിസ്കൺഫേഴ്സ് ആയിട്ടുള്ള സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ
അപ്പോൾ അത് ഓർഗനൈസേഷനകത്ത് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും HRD പ്രോപ്പർ ആണെങ്കിൽ. ഫോർമൽ കറക്റ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ഫോർ ഡെവലപ്പിംഗ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ലേണിംഗ് പാർട്ടിസിപ്പൻസ്. അപ്പോൾ കറക്റ്റീവ് ആക്ഷൻ എടുക്കാനുള്ള, അതായത് കറക്റ്റീവ് ഫീഡ്ബാക്ക് എടുക്കാനുള്ള, ഫീഡ്ബാക്ക് എടുത്തിട്ട് എന്താണോ ഇഷ്യൂ അത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ആ ഒരു ടെക്നോളജി നമ്മുടെ ആ സിസ്റ്റത്തിനകത്ത് തന്നെ വേണം. ഓക്കെ, ഫോർമൽ കറക്റ്റീവ് ആക്ഷൻ ഫീഡ്ബാക്ക് സിസ്റ്റം ഫോർ ഡെവലപ്പിംഗ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ലേണിംഗ് പാർട്ടിസിപ്പൻസ്. നമ്മുടെ ലേണിംഗ് പാർട്ടിസിപ്പൻസിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സിസ്റ്റം നമ്മുടെ ആ ട്രെയിനിങ്ങിനകത്ത് തന്നെ വേണം. അപ്പോൾ അത് HRD പ്രോഗ്രാം ഇവാലുവേഷൻ്റെ പാർട്ടാണ്. അത് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ലീഡേഴ്സ് ബെറ്റർ ഏബിൾ ടു ഡിറ്റർമിൻ വെദർ ടു സെൻഡ് പൊട്ടൻഷ്യൽ റിക്രൂട്ട്സ് ടു ഫ്യൂച്ചർ ലേണിംഗ് ഇനിഷ്യേറ്റീവ്. അപ്പം ലീഡേഴ്സ് എന്ത് ചെയ്യും, ഇനിയുള്ള ആൾക്കാരെ നമ്മൾ ഈ ട്രെയിനിങ്ങിന് വിടണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ HR പ്രോഗ്രാം അനുസരിച്ചാണ്. ക്വാണ്ടിഫയബിൾ ഡേറ്റ ഫോർ ഓർഗനൈസേഷണൽ റിസർച്ച് ആൻഡ് HRD ഇനിഷ്യേറ്റീവ്. പിന്നെ നമുക്ക് ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ഡേറ്റ HRD പ്രോഗ്രാംസ് നിന്ന് കിട്ടും. ഓക്കെ, ഫ്യൂച്ചറിലേക്ക്. ഇൻക്രീസ്ഡ് വിസിബിലിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ് ഫോർ ലേണിംഗ് ഇനിഷ്യേറ്റീവ് സ്പോൺസേഴ്സ്. അതായത് ഇൻക്രീസ്ഡ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ട്രെയിനിങ് ആൾക്കാർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവരെത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു ആ ഒരു ഡിഫറൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇൻക്രീസ്ഡ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലേണിംഗ് ഇനിഷ്യേറ്റീവ് ദാറ്റ് പ്രൊഡ്യൂസ് ദ റിസൾട്ട് ഫോർ വിച്ച് ദേ വെയർ ഇൻറ്റൻറ്റഡ്. അപ്പോൾ ഇൻക്രീസ്ഡ് നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് അതും നമുക്ക് HRD വാല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റാണ്. നമ്മുടെ എംപ്ലോയീസിന് ഇൻക്രീസ്ഡ് നോളജും എക്സ്പെർട്ടൈസും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ.